ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ രേവതി സച്ചിയോട് പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ വിശ്വസിച്ചില്ല, എന്നിട്ട് നിങ്ങൾ പിന്നെ എന്നോട് കള്ളം പറയായിരുന്നല്ലേ സച്ചിയേട്ടാ, നിങ്ങളെ എത്ര ഞാൻ വിശ്വസിച്ചതാണ് എന്നൊക്കെ ചോദിച്ച് കരയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ നിന്നോട് കള്ളം പറഞ്ഞിട്ടില്ല രേവതി, ഞാൻ കുടിച്ചിട്ടില്ല, സത്യമായിട്ടും ഞാൻ കുടിച്ചിട്ടില്ല എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അന്ന് നിനക്ക് പൂ കെട്ടാൻ വേണ്ടി ഓർഡർ തന്നില്ലേ, അവരായിരുന്നു ട്രിപ്പ് വിളിച്ചിരുന്നത്, അവരുടെ കുറേ നേരമായിട്ടും അവർ കാണാത്തതുകൊണ്ടാണ് ഞാൻ ബാറിൽ കയറിയത്, അല്ലാതെ ഞാൻ മദ്യപിച്ചിട്ടില്ല, ഞാൻ അവരെ വിളിച്ചു തരാം, നീ വേണമെങ്കിൽ ചോദിച്ചു നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി. അപ്പോൾ രേവതി പറയുന്നുണ്ട്, കൂടെ മദ്യപിച്ചവരാരെങ്കിലും കുടിച്ചോ എന്ന് സമ്മതിക്കുമോ, നിങ്ങൾ വേണ്ട, ഒന്നും ചെയ്യണ്ട, നിങ്ങൾ എന്നെ പറ്റിക്കുകയാണ്, നിങ്ങൾ എന്നെ കള്ളം പറഞ്ഞ് പറ്റിക്കാൻ നോക്കുകയാണ് എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇത്രയും കാലം കൂടെ താമസിച്ചിട്ടും നിനക്ക് അങ്ങനെയാണോ തോന്നുന്നത്, ഞാൻ നിന്നോട് കള്ളം ആയിട്ടാണോ നിനക്ക് തോന്നുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞിട്ടില്ലേ, എൻ്റെ അനിയൻ്റെ കൈ പിടിച്ച് തിരിച്ചിട്ട് അത് ഒടിച്ചത് എന്തിനാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, അത് നിങ്ങൾ ഇതുവരെ അതിൻ്റെ സത്യം പറഞ്ഞിട്ടുണ്ട്, വേറൊരു കാരണമാണ് പറഞ്ഞത്, പക്ഷെ അതല്ലല്ലോ അതിൻ്റെ സത്യം, നിങ്ങൾ ശരിക്കും എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ശരിയാണ്, പക്ഷെ അത് ഞാൻ നിന്നോട് ഇപ്പോഴും പറയില്ല, പക്ഷേ ഇതങ്ങനെയല്ല, ഇത് അതുപോലെയല്ല, ഇത് ഞാൻ സത്യമാണ് പറയുന്നത്, എന്നെ ഒന്ന് വിശ്വസിക്കുക രേവതി എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇല്ല, നിങ്ങളെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല, നിങ്ങൾ വിശ്വസിച്ചതിനൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും നിങ്ങളെ വിശ്വസിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചിക്കാണെങ്കിലോ വിഷമാവുന്നുണ്ട്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്കും ഞാനൊരു മുഴു കുടിയനായി അല്ല, ഈ ലോകം മൊത്തം എന്നെ മുഴു കുടിയെന്നപ്പോൾ വിളിക്കുന്നത്, അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെയാണോ വിളിക്കുന്നത്, ഞാൻ വിചാരിച്ചു നിങ്ങളെങ്കിലും എന്നെ മനസ്സിലാക്കും, എന്നെ ശിക്ഷിക്കണം എന്നൊക്കെ എല്ലാവരും പറഞ്ഞു നടക്കുന്നത്, എനിക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട്, അച്ഛനും എന്നെ മനസ്സിലാക്കുന്നില്ല, നീയും എന്നെ മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ എന്നെ ശിക്ഷിച്ചു കഴിഞ്ഞു, എനിക്കിതിലും വലിയ ശിക്ഷ കിട്ടാനില്ല എന്നൊക്കെ സച്ചി പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. എന്നിട്ട് സച്ചി പോകുന്ന ഇടയ്ക്ക് പറയുന്നുണ്ട്, നിങ്ങളെങ്കിലും എന്നെ വിശ്വസിക്കുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ നിങ്ങളും എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ, ലോകം മൊത്തം എന്നെ കുറ്റപ്പെടുത്തിയല്ലോ, നിങ്ങളെന്നെ നീയും അച്ഛനും എന്നെ ചേർത്ത് പിടിക്കുമെന്ന് ഞാൻ കരുതി, പക്ഷെ നിങ്ങളും എന്നെ തള്ളി പറഞ്ഞല്ലേ, എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട്. രേവതി ആണെങ്കിലും ഇതൊക്കെ കേട്ട് സങ്കടം സഹിക്കാൻ പറ്റാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് സച്ചി പോകുന്നത് സച്ചിയുടെ സുഹൃത്തുക്കളെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, എടാ, ലോകം മൊത്തം കുടിയനാണെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, എൻ്റെ അച്ഛനും രേവതി പോലും വിശ്വസിക്കുന്നില്ല, നിങ്ങളും അങ്ങനെ തന്നെയാണോ, ഞാൻ കുടിയനാണെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇല്ലടാ സച്ചി, നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, നീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, നീ ഒരിക്കലും മദ്യപിച്ച് വണ്ടി എടുക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ്, നീ ഇപ്പോൾ മദ്യപിക്കാറേ ഇല്ല, അങ്ങനെയൊന്നും ഇടയ്ക്ക് മാത്രമേ മദ്യപിക്കാറുള്ളൂ, മദ്യപിച്ചാൽ വണ്ടി നീ എടുക്കില്ല, അത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ മദ്യപിച്ച് വണ്ടി ഓടിക്കുമ്പോൾ നീയാണ് ഞങ്ങളെ ചീത്ത പറയാറ്, നീ തന്നെ മദ്യപിച്ച് വണ്ടി ഓടിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, ഞങ്ങൾക്ക് നിന്നെ വിശ്വാസമാടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട സച്ചി പറയുന്നുണ്ട്, എന്നിട്ടും അച്ഛനും രേവതി എന്താടാ എന്നെ വിശ്വസിക്കാത്തേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നീ ആകെ ശരത്തിന് തലേ ദിവസം മാത്രമാണ് രാവിലെ മദ്യപിച്ചിട്ടുള്ളത്, അന്ന് നീ വണ്ടി എടുത്തിട്ട് പോലും ഇല്ല, നീ മദ്യപിച്ചിട്ടുള്ളതുകൊണ്ട്, അങ്ങനെ നീ മദ്യപിക്കില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം സച്ചി, പക്ഷേ എന്താ ചെയ്യാന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛൻ എന്നെ തല്ലാൻ വേണ്ടി കൈ ഓങ്ങിയടാ, ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, അതാ വീഡിയോ കണ്ടതിൻ്റെ ഷോക്ക് കാരണമായിരിക്കും, അതൊന്നും ശരിയായി കഴിഞ്ഞ് ശരിയാവും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് സച്ചിയെ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആരെന്നെ വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അച്ഛനും രേവതി എന്നെ വിശ്വസിക്കുന്നില്ലടാ, അതാ എനിക്ക് കൂടുതൽ സങ്കടം, രേവതിയോട് ഞാൻ കരഞ്ഞു പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അപ്പോൾ കൂടി അവൾ എന്നെ വിശ്വസിക്കുന്നില്ലടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ആ വീഡിയോ കണ്ട ആർക്കായാലും അങ്ങനെയല്ലടാ തോന്നുക, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ആരാന്നാവുക ആ വീഡിയോ എടുത്തിട്ടുണ്ടാവുക, ഇപ്പം എല്ലാവർക്കും അത് തന്നെയാണല്ലോ പണി, മനുഷ്യപ്പറ്റില്ലാത്ത ജന്മങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവരങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, എടാ, നീ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പോലീസുകാർ നോക്കിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇല്ലടാ നോക്കിയില്ല. അപ്പോൾ അതൊന്നും നോക്കാതെ വെറുതെ അങ്ങോട്ട് വണ്ടി എടുത്ത് പോവാണോ അവർ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അതേടാ, അതാ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇതിൻ്റെ പിന്നിൽ ആരോ കളിച്ചിട്ടുണ്ടടാ, അത് കാര്യം ഉറപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചിയോട് പിന്നെ പറയുന്നുണ്ട്, നീ എന്നാലും സ്റ്റേഷനിലോട്ട് പോവുക, എന്നിട്ട് വണ്ടി ചോദിക്കുക, വണ്ടി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ
പിന്നെ അവരെന്നെ പറയുന്നുണ്ട് എന്തായാലും നീ ഇന്ന് സ്റ്റേഷനിൽ പോകണ്ടടാ, അവരിന്നൊന്ന് തണുക്കട്ടെ, നമുക്ക് പിന്നെ ഒരു ദിവസം സ്റ്റേഷനിൽ പോവാമെന്ന് പറഞ്ഞ് അവർ സമാധാനിപ്പിക്കുന്നുണ്ട് സച്ചിയെ. പിന്നീടാണെങ്കിലോ രേവതി പൂ വിൽക്കാൻ പോകുന്ന സമയത്ത് ആൻ്റണിയെ കാണുന്നുണ്ട്. ആൻ്റണി ആണെങ്കിലോ രേവതിയെ കളിയാക്കി സംസാരിക്കുന്നുണ്ട്. ആൻ്റണി രേവതിയോട് പറയുന്നുണ്ട്, ആ ചേച്ചി പൂ വിൽക്കാൻ ഇറങ്ങിയതാണോ, നിങ്ങൾ ഇന്ന് തന്നെ പൂ വിൽക്കാൻ ഇറങ്ങിയോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നുണ്ട്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്താടാ നീ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലല്ലോ, നിങ്ങളുടെ കുടിയനായ ഭർത്താവല്ലേ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്, ഞാൻ എന്താ ചെയ്തേ നിങ്ങളോട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആൻ്റണി പറയുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവിൻ്റെ വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾക്ക് കണ്ടിട്ട് ഒരു നാണവും തോന്നുന്നില്ലേ, അത് നാണം തോന്നാത്തതുകൊണ്ടാണോ നിങ്ങൾ ഇന്ന് തന്നെ പൂ വിൽക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്, നിങ്ങളുടെ ഭർത്താവ് കിട്ടുന്ന കാശിന് മൊത്തം കള്ള് കുടിക്കുകയല്ലേ ചെയ്യുക, നിങ്ങൾ ഇനി പൂ വിറ്റ് നിങ്ങളുടെ ഭർത്താവിന് കൂടി കള്ള് മേടിച്ചു കൊടുക്കേണ്ട അവസ്ഥയായല്ലോ ഇപ്പോൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആൻ്റണി രേവതിയോട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, വേണ്ട ആൻ്റണി, സച്ചിയേട്ടനെ കുറിച്ച് നീ ഒരു വാക്ക് സംസാരിക്കരുത്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, നീ ഈ ദേഷ്യമൊക്കെ അയാളുടെ അടുത്ത് പോയി കാണിക്കേ, ചിലപ്പോൾ അയാൾ നന്നാവാനൊക്കെ ചാൻസ് ഉണ്ട് എന്നൊക്കെ ആൻ്റണി പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, വേണ്ട ആൻ്റണി, നിന്നോട് വേണ്ടെന്നാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആൻ്റണി പിന്നീട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ നടക്കുന്നതിനല്ലേ ആ ചെക്കനെ ചീത്ത പറഞ്ഞിരുന്നേ, എൻ്റെ കൂടെ നടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ശരത്തിന് നിങ്ങൾ എന്തൊക്കെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് ഇപ്പോൾ എന്താ ഉണ്ടായേ, നിങ്ങളുടെ ഭർത്താവല്ലേ മുഴുവൻ കുടിയൻ, അയാളല്ലേ കുടിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കണേ, അയാളോട് പോയി പറയണം കുടിച്ചിട്ട് വണ്ടി ഓടിക്കാനൊന്നും പാടില്ല എന്നൊക്കെ അയാളോട് പോയി ഉപദേശിക്കണം എന്നൊക്കെ ആൻ്റണി രേവതിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ രേവതി ആണെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് ആൻ്റണിൻ്റെ ഷർട്ട് കയറി പിടിക്കുന്നുണ്ട്. അപ്പോൾ ആൻ്റണി ആണെങ്കിലോ വീട് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കൈ തട്ടി മാറ്റിയിട്ട് പോകുന്നുണ്ട് അവിടെ നിന്ന്. പിന്നീട് രേവതി അവിടെ നിന്ന് പോയിട്ട് പൂ വിൽക്കാൻ വേണ്ടി ഒരു വീട്ടിലോട്ട് പോകുന്നുണ്ട്. ആ വീട്ടിലോട്ട് പോയതിന് ശേഷം പൂ കൊടുത്തതിന് ശേഷം രേവതി പറയുന്നുണ്ട്, കുറച്ച് പൂക്കളേ ഉള്ളൂ, ഞാൻ വൈകുന്നേരം ബാക്കി വേണമെങ്കിൽ എത്തിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ സ്ത്രീ പറയുന്നുണ്ട്, വേണ്ട വേണ്ട, ഇത് മതി രേവതി എന്ന് പറയുന്നുണ്ട്. പിന്നീട് സച്ചിയുടെ കാര്യം അവർ ചോദിക്കുന്നുണ്ട്. സച്ചിയുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു രേവതി, എന്താ ഇത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി ആണെങ്കിലും വിഷമിച്ച് പറയുന്നുണ്ട്, എനിക്കറിയില്ല ചേച്ചി, ഇത് കുറച്ചു കാലം നിർത്തിയതായിരുന്നു കൂടി, പക്ഷെ പിന്നെയും ഉണ്ടായി, അതെന്താ ഞാൻ ചെയ്യാമെന്ന് എനിക്കറിയില്ല ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട്, രേവതി നീ പറയും സച്ചിയോട് കുടിക്കരുത് എന്ന്, കുടിച്ച വീട്ടിലുള്ള ഭാര്യമാർക്കാണ് പ്രശ്നം, നാണക്കേട്, അവർ ശരിയല്ല എന്നേ ആൾക്കാർ പറയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ശരിയാണ് ചേച്ചി പറഞ്ഞത്, എന്നെ ഇപ്പോൾ ആൾക്കാർ നോക്കി ചിരിക്കുന്നുണ്ട് എന്നൊക്കെ രേവതി വിഷമം പറയുന്നുണ്ട് അവിടെ. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് ഇതുപോലെ ആയിരുന്നു, എൻ്റെ വിഷമം കണ്ടിട്ട് ഒരു വൈദ്യൻ എനിക്ക് ഔഷധം തന്നു, അത് ഞാൻ ജ്യൂസിൽ കലക്കി കൊടുത്തു, അത് കുടിച്ചേ പിന്നെ അദ്ദേഹം മദ്യപിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അത് കുടിച്ചേ പിന്നെ മദ്യപിച്ചിട്ടേ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, അത് ആ മരുന്ന് കുടിച്ചതിന് ശേഷം അദ്ദേഹം 1-2 പ്രാവശ്യം മദ്യപിക്കാൻ വേണ്ടി പോയിരുന്നു, പക്ഷേ ആ മരുന്ന് ഉള്ളിൽ ചെന്നതോടെ മദ്യം അദ്ദേഹം എപ്പോൾ കുടിക്കുന്നോ അദ്ദേഹം ഛർദ്ദിക്കുമായിരുന്നു, അതുകൊണ്ട് പിന്നെ അദ്ദേഹം ഒരിക്കലും മദ്യം തൊട്ടിട്ടില്ല, ഇപ്പോൾ എന്നും പണിക്കൊക്കെ പോകുന്നുണ്ട്, ഞങ്ങൾ സന്തോഷമായി ജീവിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ പിന്നീട് പറയുന്നുണ്ട്, രേവതി നീ എന്തായാലും ആ വൈദ്യനൊന്ന് പോയി കാണ്, അദ്ദേഹം നിൻ്റെ പ്രശ്നത്തിന് എന്തായാലും ഒരു പോംവഴി തരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നു, ആ മരുന്നിന് വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ചേച്ചിയോട്. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, ഇല്ല 1-2 മണിക്കൂറത്തേക്ക് നല്ല തലവേദന ഉണ്ടാവും, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം, ഞാനും വരാം നിൻ്റെ ഒപ്പം, എന്നിട്ട് നമുക്ക് ഇപ്പം തന്നെ പോയി അത് വാങ്ങി വരാമെന്ന് പറഞ്ഞ് അവരവിടേക്ക് പോകുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ രേവതി ആ മരുന്നുമായിട്ട് തിരിച്ച് വീട്ടിലോട്ട് എത്തുന്നുണ്ട്. തിരിച്ച് വീട്ടിലോട്ട് എത്തിയ രേവതി സച്ചിക്ക് വേണ്ടി പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നീട് ആ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലോ രേവതിയെ രവി വിളിക്കുന്നുണ്ട്. രവി വിളിച്ചിട്ട് അവളോട് പറയുന്നുണ്ട്, എൻ്റെ കൂടെ യൂണിയൻ ഓഫീസിൽ പണിയെടുത്ത ആളുടെ മകളുടെ കല്യാണമാണ് അടുത്ത ഞായറാഴ്ച, ഇത് 1000 രൂപ അഡ്വാൻസ് തന്നിട്ടുണ്ട്, 50 മുഴം മുല്ലമാലയും അവർക്കിടാൻ വേണ്ടി 2 മാലയും വേണമെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ആ ശരി അച്ഛാ, ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, ഇത്രയും വലിയ ഓർഡർ പിടിച്ചു തന്ന എനിക്ക് കമ്മീഷനൊന്നും ഇല്ലേ മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ദാ അച്ഛൻ 1000 രൂപ വെച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവി പറയുന്നുണ്ട്, ഞാൻ വെറുതെ പറഞ്ഞതാ മോളെ, എനിക്ക് വേണ്ട, നീ സച്ചിയുടെ ആഗ്രഹം പോലെ നിങ്ങൾ നല്ലപോലെ ജീവിക്കേ, നിൻ്റെ ഈ പൂക്കട ഒരു വണ്ടിയിൽ ഒതുങ്ങാതെ ഈ വീട് മൊത്തം നിൻ്റെ പൂക്കട കൊണ്ട് നിറയണം എന്നൊക്കെ രവി പറയുന്നുണ്ട്. എന്നിട്ട് രവി രേവതിയോട് ചോദിക്കുന്നുണ്ട്, സച്ചി ഇതുവരെ വന്നില്ലാലേ മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി അപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, സച്ചിയേട്ടൻ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അച്ഛൻ മിണ്ടാത്തതിൽ നല്ല വിഷമത്തിലാണ് എന്ന് പറയുന്നുണ്ട്. ആ വിഷമിക്കട്ടെ എന്ന് പറഞ്ഞ് രവി അങ്ങോട്ടേക്ക് നോക്കുമ്പോഴത്തേക്കും സച്ചി നിൽക്കുന്നത് രവി കാണുന്നുണ്ട്. എന്നിട്ട് സച്ചിയാണെങ്കിലും രവിയോട് മിണ്ടാൻ വരുന്നുണ്ട്. അപ്പോൾ രവി ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നീടാണെങ്കിലും
ചന്ദ്ര അടുക്കളയിലോട്ട് വരുന്നുണ്ട്. അടുക്കളയിൽ വന്ന് നോക്കുന്ന സമയത്ത് അവിടെ അതോ പൈനാപ്പിൾ ജ്യൂസ് ഇരിക്കുന്നത് ചന്ദ്ര കാണുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ആലോചിക്കുന്നുണ്ട്, ഞാൻ ഇവളോട് പൈനാപ്പിൾ ജ്യൂസ് ഒന്നും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഇവൾ ആർക്കായിരിക്കും പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അവളുടെ ഭർത്താവിനായിരിക്കും, അവളുടെ ഭർത്താവ് ഇപ്പം എന്താ പൈനാപ്പിൾ ജ്യൂസാണോ കുടിക്കുന്നത് എന്നൊക്കെ കളിയാക്കിയിട്ട് ചന്ദ്ര ആ മരുന്ന് ചേർത്ത് വെച്ച ജ്യൂസ് എടുത്ത് കുടിക്കുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലെയുള്ള ചെമ്പനീർ പൂ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.